പ്രിയപ്പെട്ട കൂട്ടുകാരെ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ലവ്ലി ഷൗട്ട്സ്. LP UP പരീക്ഷകൾക്ക് വേണ്ടിയുള്ള അതേപോലെ തന്നെ LDC പരീക്ഷകൾക്ക് വേണ്ടിയുള്ള മോക്ക് ടെസ്റ്റുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ 2020 UP എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിലെ 20 സയൻസ് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പം നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ആറ്റത്തിൻ്റെ ഒരു സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? ഒരു ആറ്റത്തിൻ്റെ സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര എന്നതായിരുന്നു ക്വസ്റ്റ്യൻ. പക്ഷേ ഇത് PSC ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സംക്രമണ മൂലകം ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ സംക്രമണ മൂലകം ഏതാണ്? ഓപ്ഷൻസ് ഹൈഡ്രജൻ ഉണ്ട്, മാംഗനീസ് ഉണ്ട്, ക്ലോറിൻ ഉണ്ട്, ആർഗൺ ഉണ്ട്. അതിലേതാണ് സംക്രമണ മൂലകം? ആൻസർ ഓപ്ഷൻ ബി ആണ്, മാംഗനീസ്. മാംഗനീസ് ആണ് സംക്രമണ മൂലകം. മാംഗനീസ് സംക്രമണ മൂലകമാണ് മാംഗനീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു വാതകത്തിൻ്റെ വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നിയമം ഏത്? ഒരു വാതകത്തിൻ്റെ വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നിയമം ഏതാണ്? ബോയിൽ നിയമം, ചാൾസ് നിയമം, അവഗാഡ്രോ നിയമം, പാസ്കൽ നിയമം. ആൻസർ അവഗാഡ്രോ നിയമം. ഓപ്ഷൻ സി ആണ് അവഗാഡ്രോ നിയമം. ഒരു വാതകത്തിൻ്റെ വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നിയമമാണ് അവഗാഡ്രോ നിയമം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സ്വയം ഓക്സീകരണ നിരോക്സീകരണ പ്രവർത്തനം വഴി വേർതിരിയുന്ന ലോഹം ഏത്? സ്വയം ഓക്സീകരണ നിരോക്സീകരണ പ്രവർത്തനം വഴി വേർതിരിയുന്ന ലോഹം ഏത്? ഇരുമ്പ്, കോപ്പർ, സിങ്ക്, അലുമിനിയം. ആൻസർ ഓപ്ഷൻ ബി ആണ്, കോപ്പറാണ് അല്ലെങ്കിൽ ചെമ്പ്. കോപ്പറാണ് ഓക്സീകരണ നിരോക്സീകരണ പ്രവർത്തനം വഴി സ്വയം വേർതിരിയുന്ന ലോഹം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒലിയം എന്നത് ഏത് ആസിഡിൻ്റെ ഗാഢത കൂടിയ രൂപമാണ്? ഒലിയം എന്നത് ഏത് ആസിഡിൻ്റെ ഗാഢത കൂടിയ രൂപം ആണ്? ഓപ്ഷൻസ് സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ്, അസറ്റിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്. ആൻസർ ഓപ്ഷൻ എ ആണ്, സൾഫ്യൂരിക് ആസിഡിൻ്റെ ഗാഢത കൂടിയ രൂപമാണ് ഒലിയം എന്നത്. കലാമിൻ എന്നത് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കലാമിൻ എന്നത് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ഓപ്ഷൻസ് സോഡിയം, ക്രോമിയം, സിങ്ക്, നിക്കൽ. ആൻസർ ഓപ്ഷൻ സി ആണ്, സിങ്കിൻ്റെ അയിരാണ് കലാമിൻ. സിങ്ക് എന്ന ലോഹത്തിൻ്റെ അയിരാണ് കലാമിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് അയിരാണ് ലീച്ചിങ് പ്രക്രിയ വഴി സാന്ദ്രണം നടത്തുന്നത്? താഴെ തന്നിരിക്കുന്നവയിൽ ഏത് അയിരാണ് ലീച്ചിങ് പ്രക്രിയ വഴി സാന്ദ്രണം നടത്തുന്നത്? അയൺ പൈററ്റിസ്, കോപ്പർ പൈററ്റിസ്, ഹെമറ്റൈറ്റ്, ബോക്സൈറ്റ്. ഇതിലേതാണ് ലീച്ചിങ് പ്രക്രിയ വഴി സാന്ദ്രണം നടത്തുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ബോക്സൈറ്റ്. ആൻസർ ബോക്സൈറ്റ് ആണ്, ബോക്സൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആൽക്കീനുകളുടെ പൊതുവാക്യം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, CnH2n എന്നതാണ് ആൽക്കീനുകളുടെ പൊതുവാക്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഗ്രേപ്പ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്ന ആൽക്കഹോൾ ഏത്? ഗ്രേപ്പ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്ന ആൽക്കഹോൾ ഏതാണ്? ഓപ്ഷൻസ് മെഥനോൾ, ബ്യൂട്ടനോൾ, എഥനോൾ, പ്രൊപ്പനോൾ. ഗ്രേറ്റ് സ്പിരിറ്റ്.
ആൻസർ ഓപ്ഷൻ സി ആണ്. ഗ്രേപ്പ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത് എഥനോളിനെയാണ്. എഥനോൾ എന്നറിയപ്പെടുന്ന ആൽക്കഹോളിനെയാണ് ഗ്രേപ്പ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത്. ഗ്രേപ്പ് സ്പിരിറ്റ്, എഥനോൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏത്? സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, അൽനിക്കോ. അൽനിക്കോയാണ് സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം. അൽനിക്കോ. 30. ആൻസർ ഓപ്ഷൻ ഡി ആണ്, അൽനിക്കോ. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം അൽനിക്കോയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, മനുഷ്യനിൽ ആന്തരസമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏത്? ബയോളജിയായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇതുവരെ ഫിസിക്സ് ആയിരുന്നു, ഇനി ഫിസിക്സ് അതേപോലെ തന്നെ കെമിസ്ട്രി ആയിരുന്നു, ഇനി ബയോളജിയുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. മനുഷ്യനിൽ ആന്തരസമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏതാണ്? ഓപ്ഷൻസ്: സെറിബ്രം, സെറിബെല്ലം, തലാമസ്, ഹൈപ്പോ തലാമസ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഹൈപ്പോ തലാമസ്. ഹൈപ്പോ തലാമസ് ആണ് മനുഷ്യനിൽ ആന്തരസമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം. ഹൈപ്പോ തലാമസ്. ആന്തരസമസ്ഥിതി പാലനം ഹൈപ്പോ തലാമസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, മനുഷ്യനേത്രത്തിന് റോഡ്, കോൺ കോശങ്ങൾ കാണപ്പെടുന്ന പാളിയത്? മനുഷ്യൻ്റെ കണ്ണിൽ റോഡ്, കോൺ എന്നീ കോശങ്ങൾ കാണപ്പെടുന്ന പാളി ഏതാണ്? ഓപ്ഷൻസ്: ദൃഢപടലം, റെറ്റിന, രക്തപടലം, കോർണിയ. ആൻസർ ഓപ്ഷൻ ബി ആണ്, റെറ്റിന. റെറ്റിനയിലാണ് റോഡ്, കോൺ കോശങ്ങൾ കാണപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ജീനിനെ മറ്റൊരു കോശത്തിലേക്ക് എത്തിക്കാനായി ഉപയോഗപ്പെടുത്തുന്ന DNA ആയ വാഹകർക്ക് ഉദാഹരണം താഴെ പറയുന്നവയിൽ ഏത്? ജീനിനെ മറ്റൊരു കോശത്തിലേക്ക് എത്തിക്കാനായി ഉപയോഗപ്പെടുത്തുന്ന DNA ആയ വാഹകർക്ക് ഉദാഹരണം താഴെ പറയുന്നവയിൽ ഏത്? ഓപ്ഷൻസ്: ലിഗേസ്, പ്ലാസ്മിഡ്, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്, ഇൻസുലിൻ. ആൻസർ ഓപ്ഷൻ ബി ആണ്, പ്ലാസ്മിഡ്. ജീനിനെ മറ്റൊരു കോശത്തിലേക്ക് എത്തിക്കാനായി ഉപയോഗപ്പെടുത്തുന്ന DNA ആയ വാഹകർക്ക് ഉദാഹരണം പ്ലാസ്മിഡാണ്. താഴെ തന്നിരിക്കുന്നവയിൽ പ്ലാസ്മിഡാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, പ്ലാസ്മിഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പ്രപഞ്ചത്തിലെ ഇതര ഗോളങ്ങളിൽ എവിടെയോ ഉത്ഭവിച്ച് ജീവകണികകൾ ആകസ്മികമായി ഭൂമിയിൽ എത്തിച്ചേർന്നതാകാം. ഭൂമിയിലെ ജീവൻ്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട് മേൽ പറഞ്ഞിരിക്കുന്ന സിദ്ധാന്തത്തിൻ്റെ പേരെന്ത്? അതായത് സിദ്ധാന്തമാണ്, പ്രപഞ്ചത്തിലെ ഇതര ഗോളങ്ങളിൽ എവിടെയോ ഉത്ഭവിച്ച ജീവകണികകൾ ആകസ്മികമായി ഭൂമിയിൽ എത്തിച്ചേർന്നതാവാം. ഇതൊരു തിയറിയാണ്. ഭൂമിയിലെ ജീവൻ്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട തിയറിയാണ്. ഈ തിയറിയുടെ പേരെന്താണ്? രാസപരിണാമ സിദ്ധാന്തം, ഉൽപരിവർത്തന സിദ്ധാന്തം, പാൻസ്പെർമിയ സിദ്ധാന്തം, യൂറേ മില്ലർ സിദ്ധാന്തം. ഇതിലേതാണ് ആ സിദ്ധാന്തം? ആൻസർ ഓപ്ഷൻ സി ആണ്, പാൻസ്പെർമിയ സിദ്ധാന്തം. പാൻസ്പെർമിയ സിദ്ധാന്തമാണ് പ്രപഞ്ചത്തിലെ ഇതര ഗോളങ്ങളിൽ എവിടെയോ ഉത്ഭവിച്ച ജീവകണികകൾ ആകസ്മികമായി ഭൂമിയിൽ എത്തിച്ചേർന്നതാകാം എന്ന സിദ്ധാന്തം. ജീവൻ്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട സിദ്ധാന്തത്തിൻ്റെ പേരാണ് പാൻസ്പെർമിയ സിദ്ധാന്തം. പാൻസ്പെർമിയ സിദ്ധാന്തം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ആർഡിപിത്തക്കസ് റാമിഡസിൻ്റെ ആദ്യ ഫോസിൽ ലഭിച്ച വൻകര ഏത്? ആർഡിപിത്തക്കസ് റാമിഡസിൻ്റെ ആദ്യ ഫോസിൽ ലഭിച്ച വൻകര ഏതാണ്? ഓപ്ഷൻസ് ആണ്: ആഫ്രിക്ക, ഏഷ്യ, യൂറോപ്പ്, വടക്കേ അമേരിക്ക. ആൻസർ ഓപ്ഷൻ എ ആണ്, ആഫ്രിക്ക. ആഫ്രിക്കയിലാണ് ആർഡിപിത്തക്കസ് റാമിഡസിൻ്റെ ആദ്യ ഫോസിൽ ലഭിച്ചത്. ആഫ്രിക്കൻ വൻകരയിലാണ് ആർഡിപിത്തക്കസ് റാമിഡസിൻ്റെ ആദ്യ ഫോസിൽ ലഭിച്ച വൻകര ആഫ്രിക്കയാണ്. 35ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, ആഫ്രിക്ക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഉൽപരിവർത്തന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര്? ഉൽപരിവർത്തന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്?
ഓപ്ഷൻസ് ആണ് ചാൾസ് ഡാർവിൻ, ഹ്യൂഗോ ഡീവ്രീസ്, ലാമാർക്ക്, ഗ്രെഗർ മെന്റൽ. ആൻസർ ഓപ്ഷൻ ബി ആണ് ഹ്യൂഗോ ഡീവ്രീസ്. ഹ്യൂഗോ ഡീവ്രീസ് ആണ് ഉൽപരിവർത്തന സിദ്ധാന്തം ആവിഷ്കരിച്ചത്. ഉൽപരിവർത്തന സിദ്ധാന്തം ഹ്യൂഗോ ഡീവ്രീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ആതിഥേയ കോശങ്ങളിലെ ജനിതക സംവിധാനം പ്രയോജനപ്പെടുത്തുന്ന സൂക്ഷ്മജീവി ഏത്? ആതിഥേയ കോശങ്ങളിലെ ജനിതക സംവിധാനം പ്രയോജനപ്പെടുത്തുന്ന സൂക്ഷ്മജീവി ഏതാണ്? ഫംഗസ്, ബാക്ടീരിയ, വൈറസ്, പ്രോട്ടോസോവ. ആൻസർ ഓപ്ഷൻ സി ആണ് വൈറസ് ആണ്. വൈറസ് ആണ് ആതിഥേയ കോശങ്ങളിലെ ജനിതക സംവിധാനം പ്രയോജനപ്പെടുത്തുന്ന സൂക്ഷ്മാണു അല്ലെങ്കിൽ സൂക്ഷ്മജീവി. വൈറസ് ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കരളിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നത് മൂലമുണ്ടാകുന്ന രോഗം ഏത്? കരളിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നത് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? പക്ഷാഘാതം, പ്രമേഹം, ഫാറ്റി ലിവർ, സ്ട്രോക്ക്. ആൻസർ ആണ് ഓപ്ഷൻ സി ഫാറ്റി ലിവർ. ഫാറ്റി ലിവർ ആണ്. ഓപ്ഷൻ സി ഫാറ്റി ലിവർ ആണ് കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് മൂലമുണ്ടാകുന്ന രോഗം. ഫാറ്റി ലിവർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, താഴെ പറയുന്നവയിൽ നെല്ലിനെ ബാധിക്കുന്ന രോഗം ഏത്? താഴെ പറയുന്നവയിൽ നെല്ലിനെ ബാധിക്കുന്ന രോഗം ഏതാണ്? ആന്ത്രാക്സ്, ബ്ലൈറ്റ് രോഗം, ദ്രുതവാട്ടം, കുറുനാമ്പ് രോഗം. ആൻസർ ഓപ്ഷൻ ബി ആണ് ബ്ലൈറ്റ് രോഗം. ബ്ലൈറ്റ് രോഗമാണ് താഴെ പറയുന്നവയിൽ നെല്ലിനെ ബാധിക്കുന്ന രോഗം. നെല്ലിനെ ബാധിക്കുന്ന രോഗമാണ് ബ്ലൈറ്റ് രോഗം. ബ്ലൈറ്റ് രോഗം. ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ടി ലിംഫോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഗ്രന്ഥി ഏത്? ടി ലിംഫോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഗ്രന്ഥി ഏതാണ്? ടി ലിംഫോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഗ്രന്ഥി ഓപ്ഷൻസ് ആണ് തൈമസ് ഗ്രന്ഥി, പിറ്റ്യൂട്ടറി ഗ്രന്ഥി, തൈറോയിഡ് ഗ്രന്ഥി, അഡ്രിനൽ ഗ്രന്ഥി. ഇതിലേതാണ് ആൻസർ? ആൻസർ ഓപ്ഷൻ എ ആണ് തൈമസ് ഗ്രന്ഥി. തൈമസ് ഗ്രന്ഥിയാണ് ടി ലിംഫോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഗ്രന്ഥി. ടി ലിംഫോസൈറ്റുകൾ, തൈമസ് ഗ്രന്ഥി. ടി ലിംഫോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ മോക്ക് ടെസ്റ്റിൽ നമ്മൾ 20 ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. കൂടുതലും സയൻസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. സയൻസിലെ ബയോളജി, അതേപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ബാക്കി ക്വസ്റ്റ്യൻസുമായി മറ്റൊരു മോക്ക് ടെസ്റ്റിൽ നമുക്ക് വീണ്ടും കാണാം. കൂട്ടുകാരെ, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ കൂട്ടുകാർക്ക് വേണ്ടി നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.